ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ പിന്നെ ഇന്ന ദൈവത്തിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എന്ന് വിളിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയാറില്ല. നിങ്ങളുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനേ ഞാൻ എപ്പോഴും പറയുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്താണ് ഒരു മനുഷ്യൻ സക്സസ്ഫുൾ ആകുന്നതെങ്കിൽ കൽക്കരി ഖനിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാകണ്ട ഈ ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. ഏതൊരു സംരംഭം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഡീപ്പർ ലെവലിൽ നമുക്ക് അറിവുണ്ടായിരിക്കും. ബിസിനസ് വളരണമെങ്കിൽ അത് വളരാൻ വേണ്ടുന്ന അഫർമേഷൻസ് പറയൂ, നമുക്ക് എന്താ വേണ്ടത് അത് ചിന്തിക്കും. നമ്മൾ എപ്പോഴും ആ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുക. ഒരു ലെവലിൽ തന്നെ അങ്ങനെ നിന്ന് പോകുന്നവരുണ്ട്, സ്റ്റക്കായി. ഒരു പലചരക്കട തുടങ്ങി കഴിഞ്ഞാൽ ആ കടയും കൊണ്ട് അങ്ങനെ ഇരിക്കും. ഇന്ന് കേരളത്തിൽ ഏറ്റവും സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കിട്ടുന്ന വാല്യൂ ആണ്. എൻ്റെ ലൈഫിൽ വരുന്നതിൻ്റെ ഒരു അംശം എൻ്റെ ടീച്ചറമ്മയ്ക്ക് ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ആ തരുന്നത് എന്തോന്ന് വെച്ചാൽ അവർ ഇനി ജീവിതത്തിൽ, അതായത് ഇനി ജീവിതം മടുത്തു എന്നിരുന്നിടത്തുനിന്ന് ഇന്ന് അവർ സ്വർഗതുല്യമായ ജീവിതം നയിക്കുമ്പോൾ അത് തന്ന ഗുരുവിനെ അവർക്ക് എന്ത് കൊടുത്താലും മതിയാകും. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് സിറ്റികളിൽ കുഴപ്പമില്ല. ഇപ്പം തിരുവനന്തപുരം, കൊച്ചി അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സിറ്റികളിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര സ്ത്രീകൾക്ക് ഇപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഒരു വീഡിയോ കണ്ടാണ്, എത്ര സ്ത്രീകൾക്ക് ഒന്ന് പുറത്തു പോയിരുന്നു ഓടാൻ അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ, അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എത്ര സ്ത്രീകൾക്ക് ഗ്രാമപ്രദേശങ്ങളിൽ കഴിയുന്നുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോഴും അവരങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിൽ പലപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ടൗൺ കേന്ദ്രീകരിച്ച് വരികയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം അവർ വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റു കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇപ്പോഴും ഈ വിഷയങ്ങൾ നിലനിൽക്കുന്നത്. രാഹുൽ, ഞാൻ വരുന്നത് വളരെ ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. അതായത് നമ്മൾ ജീവിക്കുന്നത് ഗ്രാമമാണോ നഗരമാണോ അതൊന്നുമല്ല നമ്മുടെ സക്സസിനെ തീരുമാനിക്കുന്നത്. എൻ്റെ ഭാഷയിൽ ഇതിൽ തർക്കമുള്ളവരുണ്ടാവും പറയാം. അതായത് നഗരത്തിൽ സാധ്യതകൾ കൂടുതലാണ്. ഇന്നത്തെ കാലത്ത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ജീവിക്കുന്ന ചുറ്റുപാട് മറ്റുള്ളവരെന്തു പറയും എന്നുള്ളത് നോക്കിയിരുന്ന് നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു കാര്യം തുടങ്ങും, ഇപ്പോൾ ഞാൻ ഈ കാര്യം ചെയ്യുന്നു, എല്ലാവരും എന്നെ ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യുന്നത്? പലരും പലതും പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് ഫോക്കസ് കൊടുത്ത് നിന്നാൽ നമുക്ക് വളരാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, നമുക്ക് നമ്മുടെ മനസ്സിനെയും മനസാക്ഷിയും മാത്രം ബോധിപ്പിച്ചാൽ മതി. അപ്പോൾ ഓരോ സ്ത്രീകളും ചിന്തിക്കേണ്ടത് മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളതല്ല, അവരവർക്ക് ചെയ്യാൻ എന്താണ് ഇഷ്ടമുള്ളത്. ഇപ്പോൾ നാട്ടിൻപുറമൊക്കെ ഒരുപാട് മാറി വരുന്നുണ്ട്, ഒരുപാട് ജിമ്മുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ പോകുന്നുണ്ട്, വർക്കൗട്ട് ചെയ്തിട്ട് ഒരുപാട് മാറി വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നഗരത്തിലെ പോലെ മാറിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രാമത്തിലാണ്, ഇവിടെ അവസരങ്ങൾ കുറവാണ്, ഞാൻ സിറ്റിയിലായിരുന്നെങ്കിൽ ചെയ്തേനെ എന്ന് പറയാതെ നിങ്ങളുടെ ആ ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിന്തിക്കും അല്ലെ? അവിടെ ഇരുന്നു കൊണ്ട് ചിന്തിച്ച് ഞാൻ കൊല്ലം ജില്ലയിൽ കുരിശുമൂട് എന്ന് പറഞ്ഞ വളരെ 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 ചെറിയൊരു ഗ്രാമത്തിൽ എന്താ പറയുക, അത്രയും മോശം സാഹചര്യങ്ങളിൽ കടന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് ലോകത്തിലുള്ള എന്താ പറയുക ഇത്രയും ലക്ഷോപലക്ഷം ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ആ പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നഗരമോ ഇതൊന്നുമല്ല ഒരാളുടെ സക്സസ് തീരുമാനിക്കുന്നത്. അവനവൻ്റെ മൈൻഡ് പവർ വേണമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചാൽ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞ പോലെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മേഖലയിലും ശോഭിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വീട്ടമ്മ അവർ ചിന്തിക്കുകയാണ്, എനിക്ക് വലിയ എഡ്യൂക്കേഷൻ ഇല്ല അല്ലെങ്കിൽ വലിയ സ്കില്ലില്ല, അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു കാറ്ററിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും. അപ്പം അതുകൊണ്ട് സാഹചര്യങ്ങളെ പഴിച്ച് ജീവിക്കാതെ ഈ സംരംഭം തുടങ്ങാൻ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്? അതായത് ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് പോയി അങ്ങ് തുടങ്ങാൻ നിൽക്കാതെ അതിനെക്കുറിച്ച് ആദ്യം വിശദമായിട്ട് പഠിക്കണം. ഏതൊരു സംരംഭം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഡീപ്പർ ലെവലിൽ നമുക്ക് അറിവുണ്ടായിരിക്കണം. പലരെയും കണ്ടിട്ടുണ്ട്, പല ബിസിനസ്സുകളിൽ ചെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ട്, ഭാര്യ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ കൂട്ടുകാർ പറയുന്നത് കേട്ട്, അമ്മ പറയുന്നത് കേട്ടൊക്കെ ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞ് മിക്ക ബിസിനസ്സുകളും തുടങ്ങി ഒരു വർഷത്തിനകം ഫെയിലിയർ ആവുന്നതിന്റെ റീസൺ എന്താ? അവർക്ക് അതിനെക്കുറിച്ചൊരു ആഴത്തിലുള്ള അറിവില്ല. അറിവുണ്ടെങ്കിലും വിഷ്വലൈസേഷൻ വേണം. തീർച്ചയായിട്ടും വിഷ്വലൈസേഷൻ അതിൽ വർക്ക് ചെയ്യും. ഏത് ബിസിനസ് ആണെങ്കിലും നിരന്തരം എൻ്റെ ബിസിനസ്, പലരും ഒരു പാട്ട് പോലെ പറയുന്നത് കേൾക്കാം,
കൊറോണയ്ക്ക് ശേഷം ബിസിനസ് ഡള്ള, കൊറോണയ്ക്ക് ശേഷം ബിസിനസ്, ഇതൊരു 10 പ്രാവശ്യം പറയുമ്പോൾ ഇത് ഉപബോധ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് റിയാലിറ്റി ആയി മാറും. അപ്പോൾ ബിസിനസ് വളരണമെങ്കിൽ അത് വളരാൻ വേണ്ടുന്ന അഫർമേഷൻസ് പറയൂ, നമുക്ക് എന്താ വേണ്ടത് അത് ചിന്തിക്കൂ. അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങുന്ന ഏരിയ ഡിപ്പെൻഡ് ആണ്, നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്, അത് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ, ഇത് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു ബിസിനസ് ഇറങ്ങാനായിട്ട്. അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയിട്ട് വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇതൊന്നും നോക്കാതെ ചെയ്തിട്ട് പിന്നെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സർവോപരി നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റും കൂടെ വേണം, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം. ചില ആളുകളുണ്ട് എപ്പോഴും ഒരു പിന്തിരിപ്പൻ മനോഭാവം, ഞാൻ എന്തിലിറങ്ങിയാലും വിജയിക്കില്ല, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നടക്കത്തില്ല, എന്തിലും അങ്ങ് നെഗറ്റീവ് കണ്ടെത്തും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. മാം ഒരു ബിസിനസ് കോച്ചായിട്ട് ഒരു അതായത് ഫ്ലോപ്പ് ആയി പോരുന്ന ബിസിനസ്സിനെ ഇന്ന് സക്സസ് ആക്കി മാറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എത്രയോ ബിസിനസ്സുകൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ, അത് ഒരു സ്റ്റുഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 1000 2000 ബിസിനസ്സിൽ നിന്ന് നേടിക്കൊണ്ടിരുന്ന അവസ്ഥയിലാണ്. പക്ഷേ മൈൻഡ് പവർ ഉപയോഗിച്ച് ഇന്ന് ദിവസം ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സക്സസ് സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങൾ നേടണം. നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പം ആ കുട്ടിക്ക് ഒരു വരുമാന മാർഗ്ഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 6ാമത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പ്ലാറ്റിനത്തിൽ 1 crore ചലഞ്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു വർഷം കൊണ്ട് 1 കോടി നേടണം. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അതിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചായിട്ടില്ല, പക്ഷെ ഇപ്പം തന്നെ 69 ലക്ഷം രൂപ ആ സ്റ്റുഡൻറ്റ് പ്ലാറ്റിനത്തിൽ എത്തിയ ശേഷം നേടിയെടുത്തു. അപ്പോൾ നമുക്ക് കൂടെ നിന്ന് ഗൈഡ് ചെയ്ത് തരാൻ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ, എന്ത് ഡൗട്ട് വന്നാലും ഒരു കോളിനപ്പുറം ടീച്ചറമ്മയുണ്ട്, ആ ടീച്ചറമ്മ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം, ഞാൻ എന്ത് ചെയ്യണം, മക്കളെ എന്ത് ചെയ്യും, അതവിടെ സോൾവാ. നമുക്ക് എപ്പോഴും കൈപിടിക്കാൻ എല്ലാവരുടെയും പ്രശ്നം എന്താണ്, ഇപ്പോൾ രാഹുലിൻ്റെ ലൈഫിലൊരു ഡൗട്ട് വരികയാണ്, നമുക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തരാൻ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ ലൈഫിലും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏതൊരു വ്യക്തിക്കും, എത്ര തളർന്നിരിക്കുന്നവനെയും നമുക്ക് അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ആളുകൾ വളരെ കുറവാണ്. നമുക്കൊന്ന് വിളിച്ചൊരു കാര്യം പറയാൻ പോലും ആരുമില്ല. അതിനപ്പുറത്തേക്ക് നമ്മളൊന്ന് ഗൈഡ് ചെയ്യാൻ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ കൈ പിടിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ്. അതേസമയം ഇപ്പുറത്ത് ഫോൺ കോളിൽ ഒരാളുണ്ടെങ്കിൽ, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷനായിട്ട് ഒരാളുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. മാം, ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവരോട് എന്താണ് പറയാനുള്ളത്? ബിസിനസ് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും ആ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുക. ഒരു ലെവലിൽ തന്നെ അങ്ങനെ നിന്ന് പോകുന്നവരുണ്ട്, സ്റ്റക്കായി. ഒരു പലചരക്കട തുടങ്ങി കഴിഞ്ഞാൽ ആ കടയും കൊണ്ട് അങ്ങനെ ഇരിക്കും. നമുക്ക് ഒരു ബിസിനസ്, പല ബിസിനസ്സുകൾ നമ്മൾ മൾട്ടിപ്പിൾ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഉള്ള ബിസിനസ്സിനെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം എന്ന് നിരന്തരം ചിന്തിക്കുക. അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പോകുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഏതൊരു ബിസിനസ്സിലും എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട്, ജെനുവിനായിട്ട്, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്ത് അതിനെക്കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ ഏത് ബിസിനസ്സും മലയാളികൾക്കിടയിൽ നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ എന്നും ഡിമാൻഡ് ഉണ്ട്, അല്ലെ? ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നല്ല ക്വാളിറ്റി സൂപ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് വിജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ആ ബിസിനസിനെ കുറിച്ച് ക്വാളിറ്റി മാത്രം നല്ലതായതുകൊണ്ട് കാര്യമില്ല, അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതെല്ലാം കറക്റ്റ് ആയി കഴിയുമ്പോൾ ആ ബിസിനസ് വിജയിക്കും. ഇപ്പം നമ്മുടെ ക്ലാസ് തുടങ്ങി, ഞാൻ പറയില്ലേ, കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഓൺലൈനിൽ കൊണ്ടുവന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കിട്ടുന്ന വാല്യൂ ആണ്. അല്ലെങ്കിൽ ഒരാൾക്കൊരു ഫീൽഡിൽ 5 വർഷം ഇത്രയും ശോഭിച്ച് നിൽക്കാൻ പറ്റത്തില്ല. സ്റ്റുഡൻസിന്റെ റിസൾട്ട് ഇല്ല എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒരാൾ എന്താ പറയാ, നമ്മൾ പബ്ലിക്കലി നിൽക്കുന്ന ഒരാൾ സെൽഫ് പ്രൊമോഷനിലല്ല കാര്യം. നമുക്ക് ആ റിസൾട്ടുകൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആ സ്റ്റുഡൻസിന്റെ ലൈഫ്, ഓരോ സ്റ്റുഡൻസും എനിക്ക് അയക്കുന്ന സക്സസ് സ്റ്റോറി കണ്ട് ഞാനിങ്ങനെ ആനന്ദ കണ്ണിന്റെ കണ്ണ് നിറഞ്ഞൊഴുവാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈശ്വര തുല്യരായിട്ടാണ് ഗുരു വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിലെ അന്ധകാരത്തിൽ, ഒരു സ്റ്റുഡൻറ്റിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നം, അതായത് എത്രയോ വർഷം, ഈ കറക്റ്റ് ഓർമ്മയിൽ 25-30 വർഷം റിലേഷൻഷിപ്പിൽ അത്രയും വലിയ പ്രശ്നങ്ങൾ, എന്നും വീട്ടിൽ അടിയും തല്ലും പ്രശ്നങ്ങളുമായിട്ട്, കുഞ്ഞുങ്ങൾക്ക് സമാധാനമില്ല, ഇവർക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഇന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ടീച്ചറമ്മ പറയില്ല, ടീച്ചറമ്മയുടെ ഹസ്ബൻഡ് കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നത്, ഇന്ന് അതുപോലെ എന്നെ കൊണ്ട് നടക്കുന്നുണ്ട്. അതിന് ഞാൻ ഈ ജന്മം എന്ത് പകരം തന്നാലാ മതിയാവും എന്നറിയില്ല. അതുപോലെ ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ, ട്രെയിനിൽ വരുമ്പോൾ 1000 രൂപ എൻ്റെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിൽ അയച്ചു കൊടുത്തിട്ട് ടീച്ചറമ്മയ്ക്ക് ഫ്രൂട്ട്സ് മേടിച്ചു കൊടുക്കും. എനിക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റുകൾ, എനിക്ക് അയച്ചു തന്നിട്ടുള്ള കയ്യും കണക്കുമില്ല. പറയുന്നത് എപ്പോഴും പറഞ്ഞതാണ്, എനിക്ക് എൻ്റെ ലൈഫിൽ വരുന്നതിൻ്റെ ഒരംശം എൻ്റെ ടീച്ചറമ്മയ്ക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആ തരുന്നത് എന്തോന്ന് വെച്ചാൽ അവർ ഇനി ജീവിതത്തിൽ, അതായത് ഇനി ജീവിതം മടുത്തു എന്നിരുന്നിടത്തുനിന്ന്
ഇന്ന് അവർ സ്വർഗതുല്യമായ ജീവിതം നയിക്കുമ്പോൾ അത് തന്ന ഗുരുവിന് അവർക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല. ഇതാണ് എന്താ പറയുക, നമ്മൾ ഓരോരുത്തരുടെയും അനുഭവമാണ്. അതെ, തീർച്ചയായിട്ടും മാം. അതേപോലെ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ പലരും പറയും ഇപ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കർമ്മദോഷം കൊണ്ടാണ് അല്ലെങ്കിൽ പൂർവ്വജന്മ കർമ്മങ്ങളാണ്. മാം ഇതിലെന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോഴേ പല ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ജനിച്ച് വീഴുന്നൊരു കുട്ടി, പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. അപ്പോൾ അവരുടെ ആ ഒരു പാസ്റ്റ് കർമ്മയിൽ കഴിഞ്ഞ ജന്മങ്ങളിലോ നമ്മൾ ആരായിരുന്നു, നമ്മൾ എന്തായിരുന്നു നമുക്കറിയില്ല, നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കർമ്മങ്ങൾ എന്താണെന്നറിയില്ല. അപ്പം നമ്മൾ വിചാരിക്കും ചില ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള മോശം കർമ്മം ചെയ്തിട്ട് അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ നല്ല സുഖമായിട്ട് ജീവിച്ചു, അവർ മരണപ്പെട്ടു പോകും, പറയും അവരൊക്കെ എന്തെല്ലാം ദുഷ്ടത്തരം ചെയ്താ. ഈ ലോകത്ത് നന്മ ചെയ്തിട്ടൊന്നും കാര്യമില്ല, ദുഷ്ടന്മാരെ പന പോലെ തഴപ്പിക്കണം, അവർക്കൊന്നും ഒന്നും വന്നില്ല. പക്ഷേ ഈ ജന്മത്തിൽ അവിടെ കണക്ക് തീർന്നിട്ടില്ല. അടുത്ത ജന്മത്തിലേക്ക് എത്തുമ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ അത്രയും ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു കർമ്മഫലം അടുത്ത ജന്മങ്ങളിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ രീതിയിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ജന്മത്തിൽ ഞാനിപ്പോൾ ഒരാളെ ചതിച്ചിട്ട് ഞാൻ പോയി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഞാൻ ചതിച്ചത് ഏത് വ്യക്തിയാണോ ആ വ്യക്തി അടുത്ത ജന്മത്ത് നമുക്ക് ആ വ്യക്തിയെ മീറ്റ് ചെയ്യും, തിരിച്ച് നമുക്ക് ആ ഒരു ചതി നമുക്കത് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. അപ്പം ലോ ഓഫ് കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രാർത്ഥന കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങളുടെ വിശ്വാസവുമായിട്ട് കണക്റ്റ് ആയിരിക്കുക. 5 നേരം നിസ്കരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഈശോയോ മാതാവോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കുക. ഹിന്ദുക്കളാണെങ്കിൽ നിങ്ങൾ മുത്തപ്പനെയാണോ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെയാണോ, ഏത് ദൈവമാണോ നിങ്ങൾ ആ ദൈവത്തെ മുറുകെ പിടിക്കുക. കാര്യം എന്താണെന്നറിയാമോ, ഞാൻ എൻ്റെ ലൈഫിലൊരു വലിയ ഹെൽത്ത് ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ രാഹുലിനോട് പറഞ്ഞില്ലേ, അതായത് എല്ലാവരും കൈവിട്ടപ്പോഴും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ബിലീഫാണ് എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ശക്തി തന്നത്. അതായത് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് നല്ല ദൈവം വരും, ഞാൻ എങ്ങനെയെങ്കിലും എഴുന്നേക്കും നടക്കും എന്നുള്ള വിശ്വാസം. ഇന്നും മുന്നോട്ട് പോകുമ്പോൾ പല കല്ലേറുകളും പല ഇതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും, അപ്പോഴും എനിക്ക് ഉള്ളൊരു വിശ്വാസം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ അത്ര ഒരു ഗുരുവായൂരപ്പ ഭക്തയാണ്. അപ്പോൾ എൻ്റെ ഭഗവാൻ ഓരോ നിമിഷം എൻ്റെ കൂടെ ഉണ്ട്. ഭഗവാൻ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ എന്തിനെയാ ഭയക്കുന്നത്? അവിടെയാണ് ആ വിശ്വാസം വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഏതോ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻറ്റ് ഇതാണ്, എനിക്ക് എൻ്റെ പടച്ചവനിലുള്ള വിശ്വാസം ടീച്ചറമ്മ എനിക്കെന്നും ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്കത് കൂടുതൽ ഊട്ടി ഉറപ്പിച്ച് തന്നിട്ടേ ഉള്ളൂ എന്ന് പറയും. ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ പിന്നെ ഇന്ന ദൈവത്തിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എന്ന് വിളിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയാറില്ല. നിങ്ങളുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനേ ഞാൻ എപ്പോഴും പറയുള്ളൂ. അപ്പോൾ വിശ്വസിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കുക. കാര്യം ഒന്ന് ആലോചിക്കുക, ലൈഫിലൊരു പ്രശ്നം വരുമ്പോൾ എനിക്ക് ആരുമില്ല, ഇനിയിപ്പോൾ എന്ത് തളരുന്നതിന് പകരം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട്, ഞാൻ സത്യം പറയാം, എനിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് യാതൊരു ടെൻഷനും മുമ്പോട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രയേറെ നമ്മൾ ബിലീവർ എന്ന് പറഞ്ഞാൽ പലരും എങ്ങനെയാണെന്നറിയാമോ, പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാലേ കുരായണ എന്ന് പറഞ്ഞ പോലെ കാര്യം സാധിക്കേണ്ട സമയത്ത് ദൈവത്തെ കൂട്ടുപിടിക്കും, ആവശ്യമില്ലാത്ത സമയത്ത് ദൈവത്തെ പുറന്തള്ളും. അതല്ല യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, പള്ളിയിൽ പോയി നേർച്ച കാഴ്ചകൾ ചെയ്യുക, അതല്ല. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഈ ജന്മത്തിൽ ഈ നിമിഷം വരെ തന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, അത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യം, ഇനി എന്നെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ സഹായിക്കുക, എൻ്റെ ദൈവം എന്നെ നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്ന ആ ദൈവത്തോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നത് അതുകൊണ്ടാണ്, ആ ഒരു നന്ദി. അപ്പോൾ ദൈവത്തിനോടുള്ളൊരു നന്ദി. ഇനി മുമ്പോട്ടും എൻ്റെ ദൈവം അവിടെ ഒന്നുമില്ലായ്മെന്ന് ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ടും എൻ്റെ ദൈവം നയിക്കുമെന്നുള്ള ആ വിശ്വാസം, നമുക്ക് ആ ഒരു ബിലീഫാണ് വേണ്ടത്. ആ ഒരു വിശ്വാസം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ ഒന്നിനെയും ഭയപ്പെടത്തില്ല. വി വിൽ ബിക്കം ഫിയർലെസ്. വിശ്വാസത്തിലൂടെ നമ്മൾ ഈ ടെക്നിക്കുകളും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന ബിലീഫിലല്ലേ. വിശ്വാസമില്ലാതെ ചിലരെന്ത് ചെയ്യും, പലരും പറഞ്ഞു കേൾക്കും ഇത് ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തു, അവരുടെ മനസ്സിൽ 1% പോലും വിശ്വാസം കാണത്തില്ല. അപ്പോൾ അത് നടക്കത്തില്ല. അപ്പം നമ്മൾ വിശ്വാസം വേണം. അതുപോലെ തന്നെ ഈ പ്രാക്ടീസുകളും കൂടെ ചെയ്താൽ, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധത. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ഭയങ്കര അഭിനയമാണ്, ഞാൻ ഭയങ്കര പോസിറ്റീവാണ്, ഞാൻ അതാണ് ഞാനിത്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കാളകൂട വിഷവും നിറച്ച് വെച്ച് നടക്കുന്ന മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. മാനിഫെസ്റ്റേഷൻ നടക്കണം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, വേറെ ഒന്നുമല്ല. നമ്മുടെ മനസ്സ് കളങ്കമില്ല, നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വെച്ച് മൈൻഡ് പവറും കൂടെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കും, വിജയിച്ചിരിക്കും. അത് 100% ഉറപ്പാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത, ഇപ്പോൾ
നമ്മൾ നല്ല രീതിയിൽ ഒരു സാത്വികനായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ പോലും ഇപ്പം മാം പറഞ്ഞ പോലെ മനസ്സ് ശുദ്ധമായിട്ട് പോകുന്ന ഒരാളാണ്, പക്ഷേ ലൈഫിൽ സക്സസ് ആകാൻ കഴിയുന്നില്ല. ഞാൻ 2 കാര്യം പറഞ്ഞു. ശുദ്ധത പ്ലസ് കൃത്യമായിട്ട് മൈൻഡ് പവർ യൂസ് ചെയ്യാൻ പഠിക്കണം. അതും കൂടെ പഠിച്ച് ഇത് രണ്ടും കൂടെ കൃത്യമായിട്ട് യൂസ് ഈ മൈൻഡ് പവർ എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ അങ്ങനെയുള്ള ടെക്നിക്ക് അതല്ല. മൈൻഡ് പവർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ശക്തി, ഈ ആനയ്ക്ക് അതിന്റെ വലിപ്പം അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ മനുഷ്യരൊരു, നമ്മുടെ പവർ എന്ന് ഇതൊന്നും അല്ല. ഇലോൺ മസ്കിനും നമുക്കും തമ്മിൽ എന്താ വ്യത്യാസം? ആ മനുഷ്യന് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ അറിയാം. ഞാൻ എന്ത് വിചാരിച്ചാലും എനിക്ക് ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പറ്റും. അദ്ദേഹം നിരന്തരം അദ്ദേഹത്തിന് വേണ്ടതിനെ കുറിച്ച് ചിന്തിച്ച് അദ്ദേഹം അത് നേടുന്നു. നേരെ മറിച്ച് ഈ മൈൻഡ് പവറിന് പറയത്തില്ലല്ലോ ഇതൊക്കെ പറ്റിപ്പാണ് എന്ന് പറയുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അവർ ചിന്തിക്കുന്നതൊക്കെ എന്താ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഹാർഡ് വർക്ക് ചെയ്താണ് ഒരു മനുഷ്യൻ സക്സസ്ഫുൾ ആകുന്നതെങ്കിൽ കൽക്കരി ഖനിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാകട്ടെ ഈ ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. എന്നാൽ അവരല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യലല്ല. ചിലർ കുറച്ച് സമയം പണിയെടുത്ത് നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ട്, ചിലർ കിടന്ന് പകലന്തിയോളം കഷ്ടപ്പെട്ടിട്ടും ഒന്നും നേടാൻ പറ്റാതെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക, ചില ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് വയസ്സായിട്ട് ചിലപ്പോൾ ഒരു ഗവൺമെൻറ് സർവീസിലൊക്കെ ഇരുന്നിട്ട് റിട്ടയർ ആയി കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ചിലപ്പോൾ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ആ സർവീസിൽ ഇരുന്നപ്പോൾ ഉള്ളൊരു സ്കില്ല് അവർ യൂസ് ചെയ്യുന്നു. അവർ സർവീസിൽ ഇരുന്ന് നേടിയതിനേക്കാൾ കൂടുതൽ ഈ ബിസിനസ്സിലൂടെ പിന്നീട് അവർ നേടുന്നതെന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, സ്മാർട്ടായിട്ട്, അതായത് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് കറക്റ്റായിട്ട് ചെയ്ത് ആക്ഷനും കൂടെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും.